फोन करतो थांब. നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. മുംബൈയിൽ നിന്നും ബാരാമതിയിലേക്ക് സഞ്ചരിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. വിമാനാപകടത്തിൽ അജിത് പവാറിന്റെ PAയും സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 വിമാന ജീവനക്കാരും കൊല്ലപ്പെട്ടു. രാവിലെ 8 മണിയോടെ മുംബൈയിൽ നിന്നും പുറപ്പെട്ട വിമാനം 8:45 ബാരാമതിയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് കത്തിയമർന്നത്. അപകടത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ദുരൂഹതകൾ പൂർണ്ണമായും നീക്കേണ്ടതുണ്ട്. നഷ്ടപ്പെടുന്നത് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, ഒപ്പം ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. എന്താണ് ഇതിൻ്റെ സാഹചര്യം? വിശദമായി സ്പോട്ട് ലൈവ് പരിശോധിക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇതുവരെ ദുരൂഹതകൾ, ആരോപണങ്ങൾ മാത്രമായി നിൽക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത സാധ്യതകൾ നിൽക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? സജിത്ത്, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇക്കാര്യത്തിൽ ഇത്ര വലിയൊരു ഗുരുതരമായ ഒരു ആരോപണത്തിലേക്ക് പരോക്ഷമായെങ്കിലും ആദ്യം ഒരു മുന തൊടുത്തിരിക്കുന്നു. അതും BJPയുടെ നേർക്കാണ് മമതാ ബാനർജി വിരൽ ചൂണ്ടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അജിത് പവാർ BJP വിടുമെന്നുള്ള ചില സൂചനകൾ മഹാരാഷ്ട്രമെമ്പാടും ഇങ്ങനെ പരക്കെ പോകുന്നുണ്ടായിരുന്നു. അത്തരം വാർത്തകൾ പ്രചരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മമതാ ബാനർജി ആദ്യമായി ആരോപിച്ചിരിക്കുന്നത്. അതിൽ BJPയുടെ നേർക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതിന് പിന്നിൽ BJPക്ക് നേർക്കൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള, പരോക്ഷമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിരൽ ചൂണ്ടലാണ് ഇപ്പോൾ മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഇന്ന് രാവിലെ 8:10 ഇത്തരത്തിൽ അജിത് പവാർ സഞ്ചരിക്കുന്ന വിമാനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതും പിന്നീട് 8:45 ബാരാമതിയിൽ എത്തുന്നതും അവിടെ വെച്ച് തകർന്നു വീഴുന്നതും. ഇത് വളരെ അത്യാധുനികമായ ഒരു ഫ്ലൈറ്റാണ്. 9 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ജെറ്റാണ്. 45XR എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം 2000 നോട്ടിക്കൽ മൈലൊക്കെ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ്. അത്തരത്തിലൊരു വിമാനം പെട്ടെന്ന് ഒരു അപകടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില ദുസ്സൂചനകൾ ക്കൊണ്ടാണ് ഇത്തരത്തിൽ മമതാ ബാനർജി ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും, ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും ഈ രാജ്യത്ത് സുരക്ഷയില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവർ ഊന്നി പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികളൊന്നും സ്വതന്ത്രരല്ല. അവർ ഏതെങ്കിലും കേസുകൾ അന്വേഷിച്ചാൽ പോലും അതിൽ കൃത്യമായ രീതിയിൽ സത്യം പുറത്തു വരില്ല എന്നുള്ള ഒരു ആരോപണം കൂടി BJP, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ മമതാ ബാനർജി ഈ ഒരു അപകടത്തിന് പിന്നാലെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു അപകടം, ഈ ഒരു മരണം, അജിത് പവാറിന്റെ മരണം, അത് പ്രത്യേകമായി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ഒരാവശ്യം കൂടി മമതാ ബാനർജി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ BJPക്കോ കേന്ദ്ര സർക്കാരിനോ അജിത് പവാറിനോടുള്ള നീരസം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചോ എന്നുള്ള ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണമാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജി. അതിനൊപ്പം തന്നെ മമതാ ബാനർജിയെ കൂടാതെ മറ്റ് 3-4 നേതാക്കൾ കൂടി ഇതേ ആരോപണം ഇതിന് ഇത്രയും ഒരു കാഠിന്യമില്ലാതെ തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന് കോൺഗ്രസ് MP ഗൗരവ് ഗൊഗോയിയാണ്. ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നു, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ്. അതിൽ എന്താണ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ്. പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു കാര്യമാണ് ഗൗരവ് ഗൊഗോയ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ RJD നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവും വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള പ്രകാശ് അംബേദ്കർ തുടങ്ങിയിട്ടുള്ള ആളുകളും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്രയും മമതാ ബാനർജി പറഞ്ഞതുപോലെ അത്രയും കഠിന
കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇതിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം വിരൽ ചൂണ്ടുന്നത് BJP-യിലേക്ക് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം മമതാ ബാനർജി ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാനുള്ള ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJP-ക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഏതൊരു കാര്യത്തെയും അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ മമതാ ബാനർജി ശ്രമിക്കുമെന്നുള്ളത് കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് അജിത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുടെ അകാല വിയോഗത്തിൽ ഉള്ള പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഈ കാര്യത്തിൽ എന്തായാലും ബ്ലാക്ക് ബോക്സ്, അതായത് വിമാനത്തിനകത്തുള്ള ആ ബ്ലാക്ക് ബോക്സ് എന്തായാലും DGCAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് കൃത്യമായി എന്താണ് യഥാർത്ഥത്തിൽ ഈ ലാൻഡിങ്ങിനിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുക. ആ കാര്യം പുറത്ത് വരുമ്പോഴായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുവരെയെങ്കിലും ഇക്കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ദുരൂഹത മുന്നോട്ട് വച്ച് ആ ഒരു ദുരൂഹതയുടെ മറവിൽ BJP-ക്കെതിരെ ഒരു ആരോപണ മുനകൾ നീട്ടാനുള്ള ഒരു ശ്രമം കൂടി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ന് രാവിലെ 8:10 അജിത് പവാർ സഞ്ചരിച്ച വാഹനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ബാരാമതിയിൽ സ്വന്തം നാട്ടിൽ 3-4 റാലികളിൽ പങ്കെടുക്കാനും അവിടുത്തെ കർഷകരോട് സംസാരിക്കാനും സംവദിക്കുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അജിത് പവാർ മുംബൈയിൽ നിന്ന് തിരിച്ചത്. പക്ഷേ 8:45 ബാരാമതിയിലെ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യേണ്ട വിമാനം നിയന്ത്രണം വിട്ട് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്ത് തകർന്നടിയുകയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന 5ഓളം പേർ കൂടി അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോൾ ബാരാമതിയിലെ ആശുപത്രിക്ക് മുന്നിൽ വലിയ രീതിയിൽ ആൾക്കൂട്ടം NCP പാർട്ടി നേതാക്കളെല്ലാം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് തങ്ങളെ കാണാൻ എത്തിയപ്പോൾ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ട് ദുഃഖം സഹിക്കാൻ വയ്യാതെ NCP നേതാക്കൾ എത്തുന്നു. രാജ്യമെമ്പാടുമുള്ള NCP നേതാക്കൾ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അടക്കമുള്ള വലിയ നേതാക്കളും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സിനിമാ കലാകായിക രംഗത്തുള്ള എല്ലാവരും ഇത്തരത്തിൽ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ്, അക്ഷരാർത്ഥത്തിൽ ഒരു ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു അനുശോചനം രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് മമതാ ബാനർജിയുടെ അനുശോചനം വരുന്നതും ആ അനുശോചനത്തിന് പിന്നാലെ അതിൽ ചില ആരോപണങ്ങൾ കൂടി കുത്തിക്കയറ്റിക്കൊണ്ട് ഇത്തരത്തിലൊരു ഈ ഒരു അപകടത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ മമതാ ബാനർജി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ ഒരു ആരോപണത്തിൽ BJP-യോ കേന്ദ്ര സർക്കാരോ കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിൽ BJP-യെ കൂട്ടിക്കെട്ടാനുള്ള മമതാ ബാനർജിയുടെ ശ്രമത്തെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണവുമായി BJP നേതാക്കളും ഉടൻ എത്തുമെന്നുള്ള നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം ഇത്തരത്തിൽ ഒരു മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ നേതാവ്, NDA-യിലെ പ്രമുഖ നേതാവ് NCP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർത്തിക്കൊണ്ട് NDA-യിലേക്ക് കൊണ്ടുവരികയും ആ NDA-യെ അധികാരത്തിലെത്തിക്കുന്നതിൽ, മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി NDA-യുടെ മുഖമായി നിന്ന നേതാവാണ് അജിത് പവാർ. ആ അജിത് പവാറിന്റെ മരണത്തിൽ BJP-ക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ BJP അതുപോലെ തിരിച്ചടിക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി നടത്തുമെന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വരും മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഏത് തരത്തിലുള്ള DGCAയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അവർ DGCA ഈ ഒരു അപകടം നടന്നതിന് പിന്നാലെ പറഞ്ഞത്, അവർ ഏവിയേഷൻ മിനിസ്ട്രി ഒക്കെ പറഞ്ഞത്, ഈ പ്രദേശത്ത് ബാരാമതിയിലെ ഈ ലാൻഡിംഗ് വിമാനത്താവളത്തിൽ ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള മൂടൽമഞ്ഞുണ്ടായിരുന്നു. ആ മൂടൽമഞ്ഞാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റൺവേയിൽ ഇറങ്ങേണ്ട വിമാനം നിയന്ത്രണം വിട്ട് അത് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതല്ലാതെ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? കാരണം അതിൽ ഈ ഒരു വിമാനം 8 മുതൽ 9 പേർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് വിമാനമാണ്. അതിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അത്രയും ആഡംബരമായിട്ടുള്ള ഒരു വിമാനമാണ്. അത് എങ്ങനെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. അപ്പോഴും നമുക്ക് പ്രധാനമായും പറയാനുള്ളത്, ഇതേ വിമാനം 2023-ൽ സമാനമായ രീതിയിൽ റൺവേയിൽ നിന്ന് തെന്നിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഭാഗ്യവശാൽ വലിയ അപകടങ്ങളൊന്നുമില്ലാതെ എല്ലാവരും രക്ഷപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അന്ന് വിശാഖപട്ടണത്ത് നിന്ന് മുംബൈയിലേക്കാണ് ആ വിമാനം പോയത് 2023 സെപ്റ്റംബർ 14. അന്ന് മുംബൈയിലെ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇറങ്ങുമ്പോൾ ഈ വിമാനത്തിന് വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാവുകയും പക്ഷേ ഭാഗ്യവശാൽ ആർക്കും പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ ആ ഭാഗ്യം അജിത് പവാറിനെ തുണച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. പക്ഷേ ഈ അപകടമുണ്ടായതിനു ശേഷം, രാജ്യത്തെ ഞെട്ടിയ ഈ അപകടത്തിന് ശേഷം, പക്ഷേ അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ മമതാ
ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു. പിന്നാലെ കോൺഗ്രസ് നേതാക്കളും മറ്റ് RJD നേതാക്കളും അടക്കം ആ ആരോപണത്തെ ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.